ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്നൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിലല്ല, ഒരുവിധം ചൂടൊക്കെ കുറവുള്ള ദിവസങ്ങളിൽ ഞാനും ബാച്ചും കൂടെ ഒന്ന് ഈവനിങ് ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് നടക്കാമല്ലോ, വൈകുന്നേരം അടച്ചിരിപ്പല്ലേ. അപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. ഇവനാണെങ്കിൽ ഈ ലിഫ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഒന്ന് ഞെക്കണം. അത് അവൻ്റെ അച്ഛൻ പഠിപ്പിച്ച ശീലമാണ്. ലിഫ്റ്റ് കണ്ടാൽ ഒന്ന് ഞെക്കണം. ഹൈറ്റില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കിളീനെ തപ്പിയിട്ടാണ് കേട്ടോ. ഇവന് കിളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കിളീനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ വരുന്ന ടൈം നോക്കിയിട്ടാണ് കേട്ടോ ഞാനും പാച്ചും കൂടെ പുറത്തേക്ക് ഇറങ്ങാറ്. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഏട്ടനെയും കൂട്ടിയിട്ട് വരാം. രണ്ട് കിളികളെയും കണ്ടിട്ട് അവൻ പിന്നെ അവരെ നോക്കിക്കൊണ്ട് തന്നെ ഇരിപ്പായി. ഇവിടെ ഞങ്ങൾ ഡിസ്കവറി ഗാർഡൻസിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ഒരു യൂറോപ്യൻ സ്റ്റൈലിലെ വീടുകളാണ് കേട്ടോ. കാരണം നല്ല രസമാണ് നമുക്ക് ഫുള്ള് ചുറ്റുപാടും. ഇത് നമ്മുടെ നാട്ടിലും കാണുന്ന ഒരു ടൈപ്പ് കിളിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ കിളിക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങളിത് ആ പുല്ലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇറങ്ങി. അവൻ ബാക്കോട്ട് വീഴാൻ പോകുന്നത് അവന് ഷൂ ഇട്ടിട്ട് പുല്ലിൽ നടക്കാൻ അറിയുന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോരോ ബേർഡ്സിനെ ഫോളോ ചെയ്യും. അവരുടെ അടുത്തെത്തുമ്പോൾ അവർ പറന്നു പോകും. അത് കഴിഞ്ഞ് അടുത്ത ബേർഡിനെ ഫോളോ ചെയ്യും. അത് കഴിഞ്ഞ് അവരും പറന്നു പോകും. ഇത് തന്നെയായിരുന്നു സ്ഥിരം പരിപാടി. ഈ ഓടിപ്പോണത് ഒരു കിളിനെ പിടിക്കാനാണ്. അതിപ്പോൾ പറഞ്ഞു അത് പറന്നുപോയി. പോണവരൊക്കെ പൊക്കോട്ടെ, ഞാൻ അടുത്ത ആളെ പിടിച്ചോളാന്നുള്ള പോലെയാണ് പച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ സഹി കിട്ടും അവനെ പ്രാമിലെടുത്തിട്ടു. അപ്പോഴേക്കും ഏട്ടൻ വിളിച്ചു. ഏട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവൻ ഈ മുകളിൽ നോക്കി എന്തൊക്കെയോ വിച്ചുമ്പയും പറയുന്നുണ്ട്. ഇതിനി അച്ഛനെ കണ്ടിട്ടുള്ള ഓട്ടാണ്. നാണോ ചിരിയും സന്തോഷവും എല്ലാം കൂടെ കയറിയ ഒരു പ്രത്യേക ഇമോഷൻ. ഇനി അവൻ ഫുള്ളായിട്ട് എൻ്റെ കൂടെ ആയിരിക്കും. ഇനി രണ്ടുപേരും ഒന്നിച്ചിട്ട് കിളീനെ പിടിക്കാനും പൂച്ചേനെ കാണാനും ഒക്കെ പോകും. പുല്ലിലായതുകൊണ്ട് വലിയ സീനില്ല, വീണാലും ഒന്നും പറ്റില്ലല്ലോ. പക്ഷെ പുല്ലിൽ ഫുള്ള് പ്രാണികളായിരുന്നു. ഏതൊക്കെയോ തരം വണ്ടുകളും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫുള്ള് അവൻ ഓടുമ്പോഴും ഏട്ടൻ കൈയും പിടിക്കാനും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കൈയൊക്കെ വിട് എന്നെ വിട്, ഞാൻ പോട്ടെ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഇടയില ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതൊന്നും അവന് കാര്യമാക്കുന്നില്ല. അങ്ങനെ കുറേ നേരത്തെ അഭ്യാസത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകട്ടോ. പാച്ചു അപ്പോഴേക്കും വേർത്തിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് ഞങ്ങൾക്കൊരു കടയിലൊന്ന് കയറണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഞങ്ങൾ ആദ്യം 2 കൂൾ ഡ്രിങ്ക്സ് എടുത്തു കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു. പാച്ചുവിന് പിന്നെ വെള്ളം ഞങ്ങൾ ഓൾറെഡി കയ്യിലെടുക്കുന്ന കാരണം അവന് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതും കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും സാധാരണ പാച്ചു കരയും. ഇന്ന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, ടാറ്റ, ബൈ.